ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പോ $32,927.98 ബാലൻസ് ഉള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് BSC സ്കാനിൽ ടെതർ ഓഷ്യൻ എന്ന് പറയുന്നത്. സോ ഈ ടെതർ ഓഷ്യന്റെ ആധികാരികമായ ഇൻഫർമേഷനിലേക്ക് നമുക്കൊന്ന് പോകാൻ ശ്രമിക്കാം. എങ്ങനെയൊക്കെയാണ് അത് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന്റെ സാധ്യതകൾ, നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചേ പറ്റൂ. ഇതിന്റെ അനാലിറ്റിക്സിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ പറയുന്ന ഇൻഫർമേഷൻ ആണ്, ആർക്ക് വേണമെങ്കിലും കണ്ടെത്താവുന്ന ഇൻഫർമേഷൻ ആണ്. ഇതിന്റെ ലിങ്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ ഇതിന്റെ ഡെവലപ്പേഴ്സ് തയ്യാറാണ്, ടീമിലുള്ള ഓരോ ആളുകളും തയ്യാറാണ്. സോ അനാലിറ്റിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ ട്രാൻസാക്ഷൻസ്, എത്രമാത്രം ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഏതാണ്ട് മാർച്ച് 21 തീയതിയാണ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് മെയ് 17 ആയി കഴിഞ്ഞു. ഇതുവരെയുള്ള ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ ഏതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പോലെയുള്ള ട്രാൻസാക്ഷൻ ഈ സിസ്റ്റത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ മാർച്ച് 21 മുതൽ ഇന്ന് വരെയുള്ള ഗ്രോത്ത് നോക്കുമ്പോൾ അപ്പ് ആൻഡ് അപ്പ് ആൻഡ് അപ്പ് മുകളിലേക്ക് പോകുന്ന രൂപത്തിലാണ് ഇതിന്റെ സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നടക്കുന്ന ഓരോ ഇവന്റുകളെയും നമുക്ക് എടുത്ത് പരിശോധിക്കാം. ഓരോ ഇവന്റുകളും ഓരോ സമയത്ത് നടന്ന ട്രാൻസാക്ഷൻസ് ഇവന്റ് ആയിട്ട് 42 മിനിറ്റ് മുമ്പ് ഒരു ഇവന്റ് നടന്നിട്ടുണ്ട്. ക്ലെയിം MLM എന്നാണ് പറയുന്നത്, വിഡ്രോവൽ ആണ്. ഡെപ്പോസിറ്റ് നടന്നിട്ടുണ്ട്. ഓരോ പ്രോഗ്രാമും ബ്ലോക്ക് ചെയിനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യാതൊരു തരത്തിലുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻസും ഇല്ല. മനുഷ്യന്റെ കൈകടത്തിൽ ഇതിന് ആവശ്യമില്ല. ഇതിന്റെ ഡെവലപ്പേഴ്സ് മാർച്ച് 21 തീയതി ഇത് ഡെവലപ്പ് ചെയ്ത് 100% ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ കോൺട്രാക്റ്റിലേക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ മാർച്ച് 21 മുതൽ ഈ സമയം വരെയുള്ള ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും റീഡ് കോൺട്രാക്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ധാരാളം മെനു കാണാൻ സാധിക്കും. അതിൽ 22ാമത്തെ മെനു എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ യൂസർ ID എന്ന് കാണാം. അത് നോക്കിയാൽ നോക്കാം 546 പേരാണ് ഈ സിസ്റ്റവുമായിട്ട് നിലവിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എത്ര തുടക്കത്തിലാണ് ഈ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഇതിന്റെ ട്രാൻസാക്ഷൻസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻസും നടക്കുന്ന സെക്കൻഡുകൾ മുതൽ 43 മിനിറ്റ് നോക്കൂ. നമ്മൾ ഇവന്റിൽ നമ്മൾ കണ്ടു 42 മിനിറ്റ് മുമ്പ് ഒരു ട്രാൻസാക്ഷൻ നടന്നത്. സെയിം ആ ട്രാൻസാക്ഷൻ ആണിത്. അതൊരു ഔട്ട് ട്രാൻസാക്ഷൻ ആണ്. $16.39 പോയ ട്രാൻസാക്ഷൻ. തൊട്ട് മുമ്പ് 3 മണിക്കൂർ മുമ്പ് ഇൻ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് $20 ട്രാൻസാക്ഷൻ. ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യാം. ഇതിൽ വ്യൂ ഓൾ ട്രാൻസാക്ഷൻ എന്നൊരു ഓപ്ഷനിലേക്ക് പോയാൽ ആ ഓപ്ഷനിന്റെ ലാസ്റ്റ് പേജിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ആ ലാസ്റ്റ് പേജ് എടുത്തുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ വന്നാൽ അത് ടെതർ ഓഷ്യൻ ക്രിയേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വന്നത് 57 ദിവസങ്ങൾക്ക് മുമ്പാണ്. ഈ ദിവസം അതിന്റെ സമയം വരെ കൊടുത്തിട്ടുണ്ട്. 20/3/2024 16:22 സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. സോ സുഹൃത്തുക്കളെ, ഈ സിസ്റ്റം അത്രമാത്രം ആധികാരികമായിട്ട് ഈ സിസ്റ്റത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനുള്ള സോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. സത്യത്തിൽ നമുക്ക് അത്തരത്തിലുള്ള പല കാര്യങ്ങളും അറിയാൻ, അത് മനസ്സിലാക്കി തരാൻ പറ്റുന്ന വേദികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. എല്ലാവരും ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ടെതർ ഓഷ്യൻ വളരെ കൃത്യമായ എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടി തരുന്നു. ഒരു റാക്ക് പൂൾ ഇല്ലാത്തൊരു സിസ്റ്റമാണെന്ന് 100% പറയാൻ സാധിക്കും. ഇതൊരു ടോക്കൺ സിസ്റ്റമാണ്. ഒരു പുതിയ ടോക്കൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ പ്രീ മൈൻഡ് ആയിട്ടുള്ള ഒരു ടോക്കണും ഈ സിസ്റ്റത്തിനില്ല. സാധാരണ ടോക്കൺ പ്രോഗ്രാമുകളെല്ലാം വരുമ്പോൾ നമുക്കറിയാം പ്രീമിയറിലായിട്ട് 1 മില്യൺ 10 മില്യൺ 1 ബില്യൺ 100 ബില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര കോയിൻ ഞങ്ങൾക്കുണ്ട്, അങ്ങനെ അവകാശപ്പെട്ടിട്ടാണ് പല ടോക്കൺ പ്രോഗ്രാമുകൾ വരുന്നത്. പക്ഷെ ടെതർ കോയിനിൽ അത്തരം ഒരു ആശയവുമില്ല. മാർച്ച് 21 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 കോയിനിലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യക്കാർ വരുമ്പോൾ അവർ എത്ര എമൗണ്ട് മുടക്കിയാണോ ആവശ്യക്കാരായിട്ട് വരുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള കോയിൻ ക്രിയേഷൻ മൈനിങ് മാത്രമേ ഇവിടെ നടക്കൂ. അപ്പോൾ ഇനി ആരും ആവശ്യക്കാരായി വന്നില്ല. 546 ആളുകൾ വന്ന് നമ്മൾ കണ്ടു. ഇനി 547ാമത്തെ ഒരാൾ ആവശ്യക്കാരനായിട്ട് വന്നിട്ടില്ലെങ്കിൽ പുതിയ കോയിൻസ്, പുതിയ ടോക്കൺ ഈ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയില്ല. സെല്ല് ചെയ്യപ്പെടുമ്പോൾ ഉള്ള കോയിൻ ബേൺ ചെയ്തു പോകും. വളരെ മനോഹരമായ ഒരു ആശയം ഇവിടെ റിലേറ്റ് ചെയ്തു വച്ചിരിക്കുകയാണ്. കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ് വിച്ച് കൺട്രോൾ ദ ടോട്ടൽ സപ്ലൈ. സാധാരണ ടോക്കൺ പ്രോഗ്രാമിൽ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. കോയിന്റെ എണ്ണം എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ ലിക്വിഡിറ്റി അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ലിക്വിഡിറ്റി ഒരു ഘട്ടം കഴിയുമ്പോൾ കുറഞ്ഞു പോകുന്ന സാഹചര്യം വരും. കാരണം ഇൻപുട്ട് ഇല്ലാത്തൊരു സാഹചര്യം ഏത് പ്രോഗ്രാമിലും ഉണ്ടാകും.
അങ്ങനെ ലിക്വിഡിറ്റി കുറഞ്ഞു പോകുമ്പോൾ, കോയിന്റെ എണ്ണം സ്റ്റേബിളായി നിൽക്കുമ്പോൾ, അവസാനം ലിക്വിഡിറ്റി ഇല്ലാത്തൊരു സാഹചര്യം വരും, കോയിൻ മാത്രം ബാക്കിയാവും. നമ്മുടെ മാർക്കറ്റിൽ കണ്ട പല പ്രോഗ്രാമിന്റെയും എൻഡ് കയ്യിൽ കുറെ കോയിൻ ഉണ്ട്, പക്ഷെ ഒരു കാര്യവുമില്ല എന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ ടെതർ കോയിൻ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ആശയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരിക്കലും ലിക്വിഡിറ്റി സീറോ ആയി പോകുന്ന സാഹചര്യം ടെതർ കോയിനിൽ ഇല്ല. ഇല്ല എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അത് നടക്കോ ഇല്ലയോ എന്ന് നമുക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഒരു കാൽക്കുലേഷൻ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഒരു ടോക്കണിന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്ന സയൻസ് എന്താണ്? വാല്യൂ ഓഫ് എൻ അസറ്റ് is equal to liquidity divided by number of assets. എത്ര ലിക്വിഡിറ്റി ഉണ്ട്, എത്ര കോയിൻ ഉണ്ട്, അത് തമ്മിൽ ഹരിച്ചാൽ നമുക്ക് ആ കോയിന്റെ വില കിട്ടും. ഇപ്പൊ $10,000 ലിക്വിഡിറ്റി ഉണ്ട്, 10,000 കോയിനും ഉണ്ട്, എങ്കിൽ ആ കറൻസിയുടെ വാല്യൂ $1 സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, വേറെ ഒരു മാജിക് വേണ്ടതില്ല. സോ ലിക്വിഡിറ്റി $10,000 നിൽക്കുന്നു, കോയിന്റെ എണ്ണം 20,000 എങ്കിൽ വില കുറയും. അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറഞ്ഞു പോയി, 10,000 കോയിൻ തന്നെയുണ്ട്, 5,000 ലിക്വിഡിറ്റി ഉള്ളൂ, 10,000 കോയിൻ ഉണ്ട്, എങ്കിൽ $0.50 എന്ത് ചെയ്യും, വില കുറഞ്ഞു പോകും. അപ്പൊ ലിക്വിഡിറ്റിയും നമ്പർ ഓഫ് അസറ്റ്സും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഒരു വാല്യൂ, അസറ്റിന്റെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നതെങ്കിൽ ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ലിക്വിഡിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ടത് അത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ടെതർ ഓഷ്യൻ എന്ന പ്രൊജക്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് അടിവരയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. 35%, 52% എന്ന് പറയുന്ന ഒരു അനുപാതം ഓരോ ബൈയിങ് പ്രോസസ്സിലും ടെതർ ഓഷ്യൻ ഫോളോ ചെയ്യുന്നുണ്ട്. 35%, 52% ബൈയിങ് നടക്കുമ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ്, ഇതാണ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓരോ സെല്ലിംഗ് പ്രോസസ് നടക്കുമ്പോഴും 10% ബേണിംഗ്, ഈ രണ്ട് പ്രോസസ് കൃത്യമായിട്ട് ടെതർ ഓഷ്യൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം ഓൾറെഡി ബ്ലോക്ക് ചെയിനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ട് എഴുതി കഴിഞ്ഞു. ഇനി ഇതിന് മാറ്റം വരുത്താൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. ഇതിനിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. 2009 ക്രിപ്റ്റോ കറൻസിയുടെ മാസ്റ്റർ കറൻസി ബിറ്റ്കോയിൻ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ സതോഷി നാക്കാമോട്ടോ എന്ന് പറയുന്ന വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കാരണം ലോകത്തിന് ഇന്നും അറിയില്ല ആരാണ് സതോഷി നാക്കാമോട്ടോ എന്ന്. അദ്ദേഹം ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യപ്പോൾ അദ്ദേഹം ചെയ്തൊരു തന്ത്രമുണ്ട്. എന്താ? അദ്ദേഹത്തിന്റെ കൺട്രോളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡീസെൻട്രലൈസ്ഡ് ആശയം, അദ്ദേഹത്തിന് യാതൊരു കൺട്രോളും ഇല്ലാത്ത രൂപത്തിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ടുള്ള ഗുണം ഇന്ന് ബിറ്റ്കോയിന്റെ പ്രൈസ് എത്തി നിൽക്കുന്ന പൊസിഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേ ആശയമാണ് 2024 മാർച്ച് 21 ടെതർ ഓഷ്യൻ ഡെവലപ്പേഴ്സും ചെയ്തിരിക്കുന്നത്. അവർക്ക് പോലും കൺട്രോൾ ഇല്ലാത്തൊരു ആശയമായിട്ട് അതിനെ മാറ്റി, അതിന്റെ ബേസിക് സയൻസിനെ 100% ഡീസെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ളത്? സോ ഒരു ട്രാൻസാക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു 16 ട്രാൻസാക്ഷൻ വരുന്ന ടേബിൾ ആണ് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. ആദ്യമായിട്ട് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ $1 എന്നൊരു ബൈ റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. സത്യം സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്തത് 0.01 എന്ന പ്രൈസിലായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിനും മനസ്സിലാക്കാൻ എളുപ്പത്തിനും $1 എന്ന റേറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കോയിൻസിന്റെ എണ്ണം ഇല്ല, 0 ആണ്. ലിക്വിഡിറ്റിയും ഇല്ല, 0 ആണ്. നമുക്ക് ആദ്യത്തെ കോളത്തിൽ കാണാൻ സാധിക്കും. ഫസ്റ്റ് ലൈനിൽ. സെക്കൻഡ് ലൈനിൽ ഒരു ബൈ പ്രോസസ് നടക്കുകയാണ്. ഒരാൾ വാങ്ങാൻ വന്നു, $100 വാങ്ങാൻ വന്നത്. സിസ്റ്റം ചെയ്യുന്ന മെത്തേഡ്, എത്ര എമൗണ്ട് കൊണ്ട് ഒരാൾ വാങ്ങാൻ വരുന്നോ അതിന്റെ 52% ലിക്വിഡിറ്റിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അദ്ദേഹത്തിന് ഹോൾഡിങ്ങിലേക്ക് കൊടുക്കുന്ന കോയിൻ 35% വില വരുന്ന കോയിൻ ആയിരിക്കും. അപ്പൊ $100 കൊണ്ട് ഒരാൾ വാങ്ങുമ്പോൾ അതിന്റെ 35%, $35 കോയിൻ അദ്ദേഹത്തിന് കിട്ടും. ഇവിടെ ബൈ പ്രൈസ് എത്രയാണ്? $1 ആണ്. സോ $35 കോയിൻ എന്ന് പറഞ്ഞാൽ 35 കോയിൻ കസ്റ്റമർ ഹോൾഡിങ്ങിലേക്ക് വന്നു. സോ സിസ്റ്റത്തിലുള്ള ഫൈനൽ കോയിൻ $35 ആണ്. ലിക്വിഡിറ്റിയോ $52 ആയി. കാരണം $100ന്റെ 52% ലിക്വിഡിറ്റിയിൽ വന്നു. അപ്പൊ ലിക്വിഡിറ്റിയും കോയിന്റെ എണ്ണവും വന്നാൽ സ്വാഭാവികമായിട്ടും വില മാറും. ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചു, 52നെ 35 കൊണ്ട് ഹരിച്ചു. അപ്പോൾ പുതിയ ബൈയിങ് പ്രൈസ് വന്നു 1.4857. പഴയ ബൈയിങ് പ്രൈസ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറി. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഒരു പുതിയ ബൈ പ്രൈസ് വന്നാൽ പഴയ ബൈ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറും. ഒരു വേറെ പ്രത്യേകിച്ചൊരു വലിയൊരു തലവേദനയുള്ള സബ്ജക്റ്റ് ഒന്നും ഇവിടെ വച്ചിട്ടില്ല. പക്ഷെ ഈ ബ്രില്യൻസ്, ഇങ്ങനെ ഒരു ആശയമുണ്ട് എന്ന ബ്രില്യൻസ്, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. വീണ്ടും ഒരാൾ ബൈ ചെയ്യാൻ വരുമ്പോൾ 1.4857 അദ്ദേഹത്തിന് കോയിൻ കിട്ടുക. $100 കൊണ്ട് ബൈ ചെയ്താൽ $35 വിലയുള്ള കോയിൻ അദ്ദേഹത്തിന് വീണ്ടും കിട്ടും. സോ ആ $100 ബൈ ചെയ്തപ്പോൾ 23.55 കോയിൻസ് അവിടെ ലഭിച്ചു. 23.55 കോയിൻ. നോക്കൂ, കോയിന്റെ എണ്ണം കുറഞ്ഞു,
പക്ഷെ വാല്യൂ $35 ഉണ്ടാകും. അവിടെ ഫൈനൽ കോയിൻ 58.55 മാറി, ലിക്വിഡിറ്റി $104 മാറി. സോ ലിക്വിഡിറ്റി മാറി, കോയിന്റെ എണ്ണവും മാറി. സ്വാഭാവികമായിട്ടും അടുത്ത ബൈങ് പ്രൈസ് അവിടെ സെറ്റ് ആവും. 104നെ 58.55 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 1.7760. വീണ്ടും ഒരാൾ വാങ്ങുമ്പോൾ 1.7760 നിന്നാണ് കോയിൻ കിട്ടുക. 19.70 കോയിൻ ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുക. അവിടെ ഫൈനൽ കോയിൻ 78.26 മാറിക്കഴിഞ്ഞു. ലിക്വിഡിറ്റി 156 മാറിക്കഴിഞ്ഞു. അപ്പോൾ ലിക്വിഡിറ്റിയും കോയിന്റെ എണ്ണവും മാറിയപ്പോൾ വീണ്ടും വില മാറി. 156നെ 78.26 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 1.9932. പുതിയ ബൈങ് പ്രൈസ് അതാണ്. അവിടെ $100 വീണ്ടും വാങ്ങുമ്പോൾ 17.55 കോയിനാണ് അവിടെ കിട്ടുക. ഇവിടെ ഓരോ സമയത്ത് നോക്കൂ, ബൈങ് പ്രൈസ് ചേഞ്ച് ആവുമ്പോൾ പഴയ ബൈങ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറുകയാണ്, സെറ്റ് ആവുകയാണ്. സോ 4 ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ലിക്വിഡിറ്റി $208 ആയി, കോയിന്റെ എണ്ണം 95.82 കോയിനായി. അതിനനുസരിച്ച് പുതിയൊരു ബൈങ് പ്രൈസ് സെറ്റായി. ഈ സമയത്ത് പഴയ ബൈങ് പ്രൈസ് സെല്ലിംഗ് പ്രൈസുമായി. ഈ സമയത്ത് ഒരാൾ 25 കോയിൻ സെല്ല് ചെയ്യുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. 25 കോയിൻ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ബൈ നടക്കുന്ന സമയത്ത് വില കൂടും നമ്മൾ കണ്ടു. $1 നിന്ന് 2.17ലേക്ക് വില കൂടിക്കഴിഞ്ഞു. ഇനി സെല്ല് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? സെല്ല് നടക്കുമ്പോൾ സിസ്റ്റം ചെയ്യുന്ന മെത്തേഡ് അത്രയും കോയിൻ ബേൺ ചെയ്ത് കളയും. അപ്പോൾ വാങ്ങാൻ വരുമ്പോൾ മാത്രം മൈൻഡ് ചെയ്ത് കോയിൻ ക്രിയേറ്റ് ചെയ്യുന്നു. സെല്ല് ചെയ്യുമ്പോൾ ബേൺ ചെയ്യുന്നു, സിസ്റ്റത്തിൽ നിന്ന് കോയിൻ ഇല്ലാണ്ടാകുന്നു. അപ്പോൾ 95.82 കോയിൻ ഉണ്ടായിരുന്നത് 25 കോയിൻ സെല്ല് ചെയ്തപ്പോൾ 70.82 ആയിട്ട് മാറി. സോ ഇതിന് തുല്യമായിട്ടൊരു എമൗണ്ട് ആ കസ്റ്റമർക്ക് കൊടുക്കണം അല്ലേ? 25 കോയിൻ സെല്ല് ചെയ്ത കസ്റ്റമർക്ക് അതെങ്ങനെ കൊടുക്കും? 25നെ 1.9932 സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ കിട്ടുന്ന എമൗണ്ട് അതിന്റെ 90% കസ്റ്റമർക്ക് കൊടുക്കും, 10% ലിക്വിഡിറ്റി തന്നെ കീപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ 208ൽ നിന്നും ആ എമൗണ്ട് പോകും, ബാക്കി $163.1521. അപ്പോ പുതിയ ബൈങ് പ്രൈസ് അവിടെ സെറ്റായി. 163.15നെ 70.82 കൊണ്ട് ഹരിക്കുമ്പോൾ പുതിയ ബൈങ് പ്രൈസ് വന്നു 2.3036. നോക്കൂ, വില കൂടി. ആ പഴയ ബൈങ് പ്രൈസോടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറി. വീണ്ടും $100 ബൈ ചെയ്യുമ്പോൾ 2.3036 കൊണ്ട് കോയിൻ കിട്ടും. അതനുസരിച്ച് 15.19 കോയിൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. 70ന്റെ കൂടെ അത് കൂടുമ്പോൾ 86.01 കോയിനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. അതിന്റെ കൂടെ $52 കൂടി ആഡ് ചെയ്യപ്പെടും, $215 ആയിട്ട് മാറി. അതനുസരിച്ച് പുതിയ ബൈങ് പ്രൈസ് സെറ്റായി 2.5. അവിടെ $1000 കൊണ്ട് ഒരാൾ ബൈ ചെയ്യുന്നു. അവിടെ 139 കോയിനാണ് അദ്ദേഹത്തിന് കിട്ടുക. $1000 കൊണ്ട് ബൈ ചെയ്യുന്ന ആൾക്ക് $350 തുല്യമായിട്ടുള്ള കോയിൻ കൊടുക്കും. എപ്പോ? ആ സമയത്തെ ബൈങ് റേറ്റ് $2.5 ആണ് ഇപ്പോൾ ബൈങ് റേറ്റ്. $350നെ 2.5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 139.92 എന്നായിരിക്കും. സോ ഫൈനൽ കോയിൻ 225 കോയിനായിട്ട് മാറിക്കഴിഞ്ഞു. ലിക്വിഡിറ്റി 735 ആയിട്ട് കൂടി. കാരണം $1000ന്റെ 52%, $520 അവിടെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. സോ 735 ഡിവൈഡഡ് ബൈ 225 എന്ന് പറയുമ്പോൾ പുതിയ ബൈങ് പ്രൈസ് വന്നു 3.25. പഴയ ബൈങ് പ്രൈസൂടെ സെല്ലിംഗ് പ്രൈസ് ആയി മാറി. ഈ സമയത്ത് ഒരാൾ 100 കോയിൻ വിൽക്കുന്നു. അവിടെ നേരത്തെ സംഭവിച്ചതുപോലെ അത്രയും കോയിൻ കുറയും, ലിക്വിഡിറ്റി അതനുസരിച്ച് കുറയും. എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്? 100 ഇൻറ്റു 2.5. സോ എത്ര കൊടുക്കണം? $250 കൊടുക്കണം. പക്ഷെ $250ന്റെ 10%, $25 കുറഞ്ഞ് ബാക്കി $225 കൊടുത്തിട്ടുണ്ടാകും. സോ 735 225 കുറഞ്ഞാൽ 510. കൃത്യം കണക്കാണ്. സോ ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ബൈങ് പ്രോസസ്സും ഓരോ സെല്ലിംഗ് പ്രോസസ്സും ഈ സിസ്റ്റത്തിൽ കറൻസിയുടെ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ട്രേഡിംഗിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്തൊരു സയൻസ്, പക്ഷെ വളരെ മനോഹരമായ രൂപത്തിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിലൂടെ ടെതർ ഓഷ്യൻ നമ്മുടെ മുമ്പിൽ സെറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു സക്സസ്ഫുൾ ആണെന്ന്. ഇതിനി എത്ര ഡെപ്തിൽ എത്ര ട്രാൻസാക്ഷൻ എടുത്ത് ഏത് തരത്തിൽ അനലൈസ് നോക്കിയാലും വില കൂടുന്നതല്ലാതെ കുറയുന്ന ഒരു സാഹചര്യം ഈ സിസ്റ്റത്തില്ല. കാരണം 52% 35% എന്ന അനുപാതത്തിന്റെ ആ ഒരു റേഷ്യോ, 10% ബേണിംഗ് എന്ന പ്രോസസ്സിന്റെ റേഷ്യോ, ഈ റേഷ്യോ വളരെ ബ്രില്യന്റ് ആയിട്ട് ഇവിടെ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ മാറ്റം വരുത്താൻ ഈ സിസ്റ്റത്തിൽ ഒരാൾക്ക് സാധിക്കില്ല. സോ അഡോപ്റ്റ് ചേഞ്ച്. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിലേക്ക് വന്നു. ആ ചേഞ്ചിനെ അഡോപ്റ്റ് ചെയ്യുക പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് ആർക്കും സാധിക്കാറില്ല. മാറ്റം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിജിലന്റ് ആകും. മാറ്റം. നിങ്ങളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ഇടത് കൈ കെട്ടുന്ന വാച്ചിൽ എടുത്ത് വലത് കൈ കെട്ടി നോക്കൂ. പെട്ടെന്ന് നിങ്ങളുടെ ബോഡി അതിനെ റിജക്റ്റ് ചെയ്യാൻ തയ്യാറാവും. കാരണം എന്തോ ഒരു അസ്വസ്ഥത എനിക്ക്. ഈ മാറ്റം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ
വലിയ മാറ്റത്തിന് കാരണമായി തീർന്നേക്കാം. മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഇന്നോവേറ്റർ ആണെങ്കിൽ ഈഗർ ടു ട്രൈ ന്യൂ ഐഡിയാസ്, പുതിയ ഐഡിയാസ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. വില്ലിംഗ് ടു ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ടെതർ ഓഷ്യന്റെ പ്ലാറ്റ്ഫോം പരിശോധിച്ചാൽ ഇവിടെ ഒരു റിസ്ക്കും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഓപ്പൺ ടു ചേഞ്ച്. നിങ്ങളുടെ ലീഡർ ആണെങ്കിൽ ചേഞ്ചിനെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബട്ട് മോർ തോട്ട്ഫുൾ അബൌട്ട് ഗെറ്റിംഗ് ഇൻവോൾവ്. അത് ഇൻവോൾവ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഏർലി മെച്യൂരിറ്റിയിൽപ്പെട്ട ആൾക്കാരായിട്ട് നിങ്ങൾക്ക് മാറാം. കോഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് അബൌട്ട് ഡിസൈഡിങ് ടു അഡോപ്റ്റ് ആൻ ഇന്നോവേഷൻ. ലേറ്റ് മെജോറിറ്റിയിൽ വരും, എല്ലാം ഓക്കെ ആയി, പെർഫെക്റ്റ്, ടെതർ ഓഷ്യൻ സക്സസ്ഫുൾ ആയിട്ട് മാറി എന്ന് പ്രൂവ് ചെയ്യുന്ന സമയത്ത് കയറി വരുന്ന ആൾക്കാർ. റെസിസ്റ്റർ, സസ്പീഷ്യസ് ആൻഡ് ജനറലി ഒപ്പോസ് ടു ന്യൂ ഐഡിയാസ്. പുതിയ ഐഡിയയെ റെസിസ്റ്റ് ചെയ്യുന്നു. ഓ, ഇതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷെ ആർ യു റെഡി ടു ചേഞ്ച്? ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചേഞ്ചിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ടെതർ ഓഷ്യൻ ചെയ്തിരിക്കുന്ന മെത്തേഡുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. 100% ഡീസെൻട്രലൈസ് സിസ്റ്റമാണ് ടെതർ ഓഷ്യൻ. AI controlled DeFi പ്ലാറ്റ്ഫോമാണ്, which manage the total supply and the liquidity, define the further buy price of the token. ഓരോ ബൈ പ്രൈസിനും വേണ്ടി കൃത്യമായ ലിക്വിഡിറ്റി സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്ത് അത് ബ്ലോക്ക് ചെയിനിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. റിയൽ ടൈം ബൈ ആൻഡ് സെൽ. ഇവിടെ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ വേറെ ഒരിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ ബൈ ചെയ്യാം, പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സെല്ല് ചെയ്യാം. റിയൽ ടൈം നിങ്ങൾ കയ്യിൽ USDT ഉണ്ടെങ്കിൽ, BEP20 USDT ഉണ്ടെങ്കിൽ റിയൽ ടൈം ടെതർ ഓഷ്യൻ നിങ്ങൾക്ക് ബൈ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ടെതർ ഓഷ്യൻ ഉണ്ടെങ്കിൽ സെല്ല് ചെയ്താൽ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് USDT ലഭിക്കുകയും ചെയ്യും. അവർ സ്മാർട്ട് കോൺട്രാക്ട് ഇൻസ്റ്റന്റ്ലി ജനറേറ്റ് ദ റിയൽ ടൈം ബൈ സെൽ പ്രൈസ് ഓഫ് ദ കോയിൻ. റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട്. ഈ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഫിലിയേറ്റ് ഇൻകം കിട്ടാനുണ്ട്. 43% അതിനുവേണ്ടി സിസ്റ്റം മാറ്റിവെച്ചിട്ടുണ്ട്. അത് റിയൽ ടൈം ആണ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ ഇൻകം നിങ്ങൾക്ക് കിട്ടും, അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, ഒരു സർവീസ് ചാർജും ഇല്ലാതെ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ അഫിലിയേറ്റ് പേ ഔട്ടിൽ സർവീസ് ചാർജ് ഇല്ലാത്തൊരു സാഹചര്യമുള്ളത്. എല്ലാ സിസ്റ്റങ്ങളും 10%, 15% ആ പേരിൽ ഈ പേരിലൊക്കെ എന്തെയും കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് ഫണ്ട് അവരുടെ കയ്യിൽ ഒതുക്കണം. ഈ സിസ്റ്റം വളരെ മനോഹരമായ ഒരു കാൽക്കുലേഷനിലൂടെ സെറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഇൻകത്തിന്റെ ആവശ്യം സിസ്റ്റത്തിനില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പാർട്ടായിട്ട് മാറാൻ വളരെ എളുപ്പമാണ്. $20 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ടായിട്ട് മാറാം. ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് ടെതർ ഓഷ്യൻ. വലിയ ഹെഡേക്ക് ഒന്നും ടെതർ ഓഷ്യന് പാർട്ടായിട്ട് മാറാനില്ല. $20 എന്നുള്ളത് മിനിമം എമൗണ്ട് ആണ്. 21, 22, 25, 30, 40, 80, 70, 90, 1000 എത്രയോ ആവാം. മാക്സിമം 1000 ആണ് ഒരു സിംഗിൾ ബൈ എന്ന് പറയുന്നത്. USDT BEP20 ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന അക്സെപ്റ്റഡ് കറൻസി. നിങ്ങൾ ഏത് പാക്കേജ് എടുത്താലും, ഏത് എമൗണ്ട് കൊണ്ട് ബൈ ചെയ്താലും, ആ എമൗണ്ടിന്റെ 35% വിലയുള്ള ടെതർ കോയിൻസ് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഹോൾഡിംഗിലേക്ക് തരും. ആ കിട്ടിയ കോയിൻ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം. പക്ഷെ 35% വിലയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും നമ്മൾ വിൽക്കാൻ തയ്യാറാകില്ല. നമ്മളൊന്ന് കാത്തിരുന്നാൽ ഈ സിസ്റ്റത്തിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി നടത്തുന്ന ഓരോ ട്രാൻസാക്ഷൻസും ഇതിന്റെ പ്രൈസ് അപ്രീസിയേഷന് കാരണമായി തീർന്നുകൊണ്ടിരിക്കും. സോ ഇന്ന് ഞാൻ $1000 കൊണ്ട് ബൈ ചെയ്തു, ഞാൻ വെയിറ്റ് ചെയ്തു. നാളെ നോക്കുമ്പോൾ വില കൂടി, മറ്റന്നാൾ നോക്കുമ്പോൾ വില കൂടി, അടുത്ത ദിവസം വില കൂടി, ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതിനൊക്കെ കൂടുതൽ വില കൂടി. 2 മാസം, 3 മാസം, 4 മാസം നമ്മൾ കാത്തിരിക്കുന്ന തോറും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം സ്വർണം കൈവശമുള്ള ആൾക്കാർ വിൽക്കാൻ തയ്യാറാകൂ? അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വിൽക്കുള്ളൂ. കാരണം എന്താ? സ്വർണത്തിന്റെ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റ്കോയിൻ ഈ സമയം കയ്യിലുള്ള ആൾക്കാർ ആരും വിൽക്കാൻ തയ്യാറാകില്ല. കാരണം ബിറ്റ്കോയിന്റെ വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹാവിംഗ് ഒക്കെ കഴിഞ്ഞ സമയമാണ് എന്ന് പറയുമ്പോൾ ടെതർ ഓഷ്യന്റെ പ്രൊജക്ട് മനസ്സിലായ ഒരാളും പെട്ടെന്ന് വിൽക്കാൻ തയ്യാറാകില്ല. പക്ഷേ ഈ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള സയൻസ് മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് ആനുപാതികമായി കോയിൻ സെല്ല് ചെയ്ത് പോയാൽ ബാക്കിയുള്ള കോയിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഒരു $1000 കൊണ്ട് ബൈ ചെയ്യുന്ന ഒരാൾ $350 വർത്തുള്ള കോയിൻ കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് $400 ആയി. സോ $50 പ്രോഫിറ്റ് അവിടെ കയറി കഴിഞ്ഞു. 350 $50, $50 തുല്യമായ കോയിൻ അദ്ദേഹം സെല്ല് ചെയ്യുന്നു വിചാരിക്കുക. ബാലൻസ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോയിന്റെ വില അപ്പം തന്നെ കൂടിയിട്ടുണ്ടാവും. സോ ഈ പ്രോസസ് സിസ്റ്റത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഇതിന്റെ പ്രൈസ് അപ്രീസിയേഷൻ നടക്കും. സോ ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിൽ എത്തിയിട്ട് വിൽക്കുന്നതിന്റെ സാഹചര്യം പോലും ഈ സിസ്റ്റത്തിൽ ഇല്ല എന്നർത്ഥം.
ഇന്ന് ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർ 35% കിട്ടുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം എന്താ? അപ്പൊ അവര് ഒരു ROI പ്രോഗ്രാമാണ് ചെയ്യുന്നത്. $1000 ഇൻവെസ്റ്റ് ചെയ്താൽ പിറ്റേ ദിവസം എന്ത് കിട്ടും? 1% കിട്ടും. സോ 35%ത്തിലേക്ക് എത്താൻ എത്ര ദിവസം വേണം? 35 വർക്കിംഗ് ഡേ വേണം. 35 വർക്കിംഗ് ഡേ. കാരണം ആഴ്ചയിൽ 5 ദിവസമേ വർക്കിംഗ് ഉള്ളൂ. 2 ദിവസവും ഹോളിഡേ ആണ് അവരുടെ പ്ലാറ്റ്ഫോമിൽ. സോ 35 വർക്കിംഗ് ഡേ ആയിട്ട് എത്ര ദിവസം എടുക്കും? അത്രയും ദിവസം ഈ പ്ലാറ്റ്ഫോം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പുണ്ടോ? അതുമില്ല. പക്ഷെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 35%ത്തിലാണ്. അതും 100% സോളിഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അവിടുന്ന് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരിക്കലും 35% താഴത്തേക്ക് ഇതിന്റെ പ്രൈസ് വരുന്നേയില്ല. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗ്രോ ചെയ്ത് അത് 100% കഴിഞ്ഞു, 150% കഴിഞ്ഞു, 200% കഴിഞ്ഞു, 300% കഴിഞ്ഞു. നമ്മുടെ നമ്മുടെ മൈൻഡാണ് എന്നത് സെല്ല് ചെയ്യണം എന്നുള്ളത്. സിസ്റ്റം ഒരു റെസ്ട്രിക്ഷൻസും വയ്ക്കുന്നില്ല. ലോക്കിംഗ് പീരീഡ്, ഹോൾഡിംഗ് പീരീഡ്, സ്റ്റേക്കിംഗ്, അത് ഇത് ഒരു കണ്ടീഷൻസും ടെതർ വാഷ് എന്ന പ്ലാറ്റ്ഫോമിലില്ല. മനോഹരമായ ഈ ആശയത്തിന്റെ പവർ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഈ സിസ്റ്റം പറയുന്ന 2 ലിമിറ്റേഷൻസ് അറിഞ്ഞു വേണം ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാൻ. ഒരു ലിമിറ്റേഷൻ, നമുക്ക് കിട്ടിയ കോയിൻ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ പാക്കേജ് എത്രയോ അതിന്റെ ഇരട്ടി വിലയ്ക്കുള്ള കോയിൻസേ സെല്ല് ചെയ്യാൻ സാധിക്കും. $1000 ബൈ ചെയ്ത ഒരാൾക്ക് $2000 കോയിൻ കൊടുക്കാം. $100 ബൈ ചെയ്ത ഒരാൾക്ക് $200 കോയിൻ കൊടുക്കാം. $20 ബൈ ചെയ്ത ഒരാൾക്ക് $40 തുല്യമായിട്ടുള്ള കോയിൻ കൊടുക്കാം. അപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ $100 ഞാൻ ബൈ ചെയ്തപ്പോൾ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഏപ്രിൽ 2-ാം തീയതിയാണ് ഞാൻ ഈ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറുന്നത്. അന്ന് $0.1277 എന്ന പ്രൈസിൽ $100 ഞാൻ ബൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 273 കോയിനാണ്. സോ ഞാനൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ കാത്തിരിക്കുന്നു. $1 വിലയുള്ളപ്പോൾ ഇത് വിൽക്കാൻ തയ്യാറായി. അപ്പൊ എനിക്ക് $273 തുല്യമായിട്ടുള്ള കോയിൻ കയ്യിലുണ്ട്. എനിക്കതിൽ 200 കോയിനെ വിൽക്കാൻ സാധിക്കൂ. കാരണം എന്റെ പാക്കേജ് $100 ആണ്. ബാക്കി $73 കോയിൻ അവിടെ തന്നെ ഹോൾഡിംഗിൽ ഉണ്ട്. അതെനിക്ക് വിൽക്കണമെങ്കിൽ ഞാൻ വീണ്ടും ബൈ ചെയ്ത് എന്റെ ലിമിറ്റ് കൂട്ടണം. സോ വീണ്ടും ബൈ ചെയ്യുമ്പോൾ പുതുതായിട്ട് കുറച്ച് കോയിൻ കൂടെ എനിക്ക് കിട്ടും. അന്നത്തെ ബൈ പ്രൈസിൽ എന്റെ ലിമിറ്റ് കൂടുകയും ചെയ്തു. സോ ബാക്കിയുള്ള $73 തുല്യമായ കോയിൻ എനിക്ക് വിൽക്കാം. ഈ $73 തുല്യമായ കോയിൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തു. അത് $100 ആയി, $200 ആയി. ആ സമയത്താണ് ഞാൻ റീചാർജ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ തന്നെ $200 വിൽക്കാം. നോക്കൂ, ഈ ആശയത്തിന് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിമിറ്റേഷൻ ഇതിലെ ട്രാൻസാക്ഷൻസിന്റെ എണ്ണം കൂട്ടും. ഗെറ്റ് റിപ്പീറ്റഡ് കമ്മീഷൻ വെൻ യുവർ ടീം മെമ്പേഴ്സ് റീഇൻവെസ്റ്റ് ടു ഇൻക്രീസ് ദെയർ ലിമിറ്റ്. നമുക്ക് കമ്മീഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി, അഫിലിയേറ്റ് ഇൻകം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓരോ ആളുകളും അവരുടെ ലിമിറ്റ് കൂട്ടാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം നമുക്ക് അഫിലിയേറ്റ് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി സിസ്റ്റത്തിൽ അഫിലിയേറ്റ് ഇൻകം ഉണ്ട്. നമ്മുടെ പാക്കേജിന്റെ 3 ഇരട്ടി മാത്രമേ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. സോ $100 ചെയ്ത ആൾ, ഞാൻ ഈ സിസ്റ്റം ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തയ്യാറായി. എനിക്ക് $300 വരെയുള്ള ഇൻകം എനിക്ക് വിഡ്രോ ചെയ്യാം. അതിൽ കൂടുതൽ ഇൻകം വന്നാൽ അത് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യപ്പെടും. എന്നാണോ വിഡ്രോ ചെയ്യേണ്ടത് ആ സമയത്ത് എന്റെ ലിമിറ്റ് കൂട്ടിയേ പറ്റൂ. ലിമിറ്റ് കൂട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? റീഇൻവെസ്റ്റ് ചെയ്യണം. സോ വളരെ മനോഹരമായ രൂപത്തിൽ കോയിൻ സെല്ലിന്റെ ലിമിറ്റും ഇൻകം ലിമിറ്റും സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇവിടെ വരുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയുടെ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാത്രം ഈ സിസ്റ്റത്തിൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷന്റെ എണ്ണം കൂടും. ബൈയിങ് ആൻഡ് സെല്ലിംഗ് എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ടോട്ടൽ കമ്മ്യൂണിറ്റിയുടെ കോയിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. സാധാരണ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ടീം ആ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മുടെ ഇൻകം. പക്ഷെ ഈ സിസ്റ്റത്തിൽ വേറെ ഏത് ടീം വർക്ക് ചെയ്താലും, ഇന്ത്യയിലല്ല ഓസ്ട്രേലിയയിൽ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വളരെ സജീവമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഓരോ ദിവസവും കൂടുതൽ കോയിൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. വാങ്ങിയ ആൾക്കാർ കോയിൻ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലെവലിൽ പോകുമ്പോൾ ഇന്ത്യയിലുള്ള നമ്മുടെ കയ്യിലുള്ള കോയിൻസിന്റെ വിലയും കൂടിക്കൊണ്ടിരിക്കും. സിസ്റ്റത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നത്. സോ ഈ 2 ലിമിറ്റിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടാകണം. ഇനി നമുക്ക് ഇതിന്റെ അഫിലിയേറ്റ് ഇൻകത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തെല്ലാം ബെനിഫിറ്റ് ആണ് ഈ ആശയവുമായിട്ട് അസോസിയേറ്റ് നമുക്ക് കിട്ടുന്നത്? ഒന്ന്, നമുക്ക് കിട്ടുന്ന വിർച്വൽ കോയിന്റെ അപ്രിസിയേഷൻ തന്നെയാണ്. നമ്മൾ വാങ്ങി വെച്ചാൽ മതി, വെയിറ്റ് ചെയ്താൽ മാത്രം മതി. സിസ്റ്റം നടക്കുന്ന ട്രാൻസാക്ഷൻ അനുസരിച്ച് അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ഇൻകം ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആണ്. ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും 52% ലിക്വിഡിറ്റി പൂളിൽ പോകുമെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ബാക്കി എത്രയുണ്ട്? 48% ഉണ്ട്. ഇതിൽ 5% അഡ്മിനിസ്ട്രേഷൻ ഇൻകം ആണ്, ഡെവലപ്പേഴ്സ് ഇൻകം ആണ്. കാരണം ഈ സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസിന് ഒരു എക്സ്പെൻസ് ഉണ്ട്. ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്തേ പറ്റൂ. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്തിയേ പറ്റൂ. അത് ഓരോ ബിസിനസ്സിൽ നിന്നും 5% മാറ്റിവെച്ചുകൊണ്ടാണ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ബ്ലോക്ക് ചെയിനിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനും സാധിക്കും. ഞാൻ നേരത്തെ യൂസർ ഐഡിയുടെ മെനു 22ാമത്തെ മെനു കണ്ടപ്പോൾ അതിൽ
മൂന്നാമത്തെയോ നാലാമത്തെ മെനു എന്ന് പറയുന്നത് അഡ്മിൻ പെർസെന്റേജ് ആണ്. അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം 5% അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സ്മാർട്ട് കോൺട്രാക്റ്റിലുള്ളതാണ്. സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് ഇതെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത്. ഇത് ആർക്കും ഇനി ഒരു മാനിപ്പുലേഷൻസും ചെയ്യാനില്ല. സോ ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം 4%. അത് കിട്ടുന്നത് $100 സിംഗിൾ ബൈ ചെയ്തവർക്ക്, അല്ലെങ്കിൽ $500 $1000 ഈ സിംഗിൾ ബൈ ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഇൻകമാണ്. ഞാൻ ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തപ്പോൾ $20 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യുക. ഒരു ടോപ്പ് ചെയ്തു, വീണ്ടും $20. അങ്ങനെ 5 പ്രാവശ്യം $20 ടോപ്പ് ചെയ്ത് $100 എത്തി. എനിക്ക് കിട്ടില്ല കേട്ടോ. കാരണം സിംഗിൾ ബൈ $100 ചെയ്താൽ മാത്രമേ ഇത് കിട്ടൂ. അങ്ങനെ 5 പ്രാവശ്യം ചെയ്തു. ഒരു 7ാമത്തെ 8ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും ഞാൻ ഒരു $100 ചെയ്തത്. അപ്പൊ അന്ന് മുതൽ പിറ്റേ ദിവസം മുതൽ പൂൾ ഇൻകം സ്റ്റാർട്ട് ആവും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 ഇന്ത്യൻ ടൈം. ദുബായ് ടൈം ഉച്ചയ്ക്ക് 12 മണിക്ക്. ഈ ദുബായ് ടൈം പറയാൻ കാരണം ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവ് ഉള്ള ബിസിനസ് ആശയമാണിത്. ഇത് അമേരിക്കയിലോ UK-ലോ ലണ്ടനിലോ എവിടെ വേണമെങ്കിലും ചെയ്യാം. ഓസ്ട്രേലിയ വേണമെങ്കിൽ ചെയ്യാം, ന്യൂസിലാൻഡിൽ വേണമെങ്കിൽ ചെയ്യാം, ആഫ്രിക്കയിൽ വേണമെങ്കിൽ ചെയ്യാം. ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ സിസ്റ്റം ചെയ്യാം. കാരണം USDT എന്ന പ്ലാറ്റ്ഫോം, ബ്ലോക്ക് ചെയിൻ എന്ന സിസ്റ്റം ഇത് ലോകത്ത് എല്ലായിടത്തും ഒരുപോലെയാണ്. സോ ദുബായ് ടൈം ബേസ് ചെയ്തൊരു ടൈം പറയുമ്പോൾ ആ ടൈം സോണിന്റെ ടൈം വേരിയേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ദുബായ് ടൈം 12 മണിക്ക്, അതായത് ഇന്ത്യൻ ടൈം 1:30 സിസ്റ്റം കാൽക്കുലേഷൻ എടുക്കുന്നു. എത്ര എമൗണ്ട് ഉണ്ട്? 4%. ആ സമയം വരെയുള്ള ട്രാൻസാക്ഷൻ എവറി ഡേ നടക്കുന്ന പ്രോസസ്സാണ്. ഇത് സിസ്റ്റമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് ആ ഇൻകം റിലീസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് 100 USD ചെയ്തവർക്ക് 1 പോയിന്റ്, 500 ചെയ്തവർക്ക് 5 പോയിന്റ്, 1000 ചെയ്തവർക്ക് 10 പോയിന്റ്, ഇങ്ങനെ പോയിന്റുകൾ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ പോയിന്റ് എത്രയാണെന്ന് നോക്കും സിസ്റ്റത്തിലുള്ള പോയിന്റ്. പൂൾ ഇൻകത്തിനുള്ള കാൽക്കുലേഷൻ ഫണ്ട് ഡിവൈഡ് ബൈ പോയിന്റ്. 1 പോയിന്റ് വില കിട്ടും. 1 പോയിന്റ് വില $0.4 എന്നാണെങ്കിൽ, അതായത് 40 സെന്റ് എന്നാണെങ്കിൽ, $100 ചെയ്ത ആൾക്ക് അന്ന് 40 സെന്റ് കിട്ടും. $500 ചെയ്ത ആൾക്ക് $2 കിട്ടും. $1000 ചെയ്ത ആൾക്ക് $4 കിട്ടും. പിറ്റേ ദിവസം ഇതേ കാൽക്കുലേഷൻ എടുക്കും. അന്ന് ഇതേ 40 സെന്റ് ആവണം നിർബന്ധമില്ല. ചിലപ്പോൾ 30 സെന്റ് ആകാം, ചിലപ്പോൾ $1 ആകാം, ചിലപ്പോൾ 80 സെന്റ് ആകാം. ഡിപ്പെൻസ് ടേൺ ഓവർ ആൻഡ് പോയിന്റ്. അതൊരു പൂൾ ഇൻകമായി ലഭിച്ചുകൊണ്ടിരിക്കും. $100 ചെയ്താക്ക് $100 ലഭിക്കുന്നതുവരെയും ആ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. $500 ചെയ്താൾക്ക് $500 കിട്ടുന്നവരെയും ആ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. $1000 ചെയ്ത ആൾക്ക് $1000 കിട്ടുന്നവരെയും ആ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗം ഒരു ഇൻവെസ്റ്ററിന് മുമ്പിൽ ഒരു പൂൾ ഇൻകത്തിന്റെ രൂപത്തിൽ കിട്ടുന്നു. കൂടാതെ കോയിന്റെ അപ്രിസിയേഷനും അയാൾക്ക് കിട്ടും. കൂടാതെ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആക്റ്റീവ് ഇൻകം സോഴ്സിലൂടെയും 3x ഏൺ ചെയ്യാം. അപ്പോൾ ഒരു $100 ചെയ്യുന്ന ഒരാൾക്ക് 1x പൂൾ ഇൻകം, 2x കോയിന്റെ അപ്രിസിയേഷൻ ഇൻകം, 3x ആക്റ്റീവ് ഇൻകം. സോ 6 മടങ്ങ് വരുമാനം ഉണ്ടാക്കാൻ വീണ്ടും ഒരു ടോപ്പപ്പ് ആവശ്യമില്ല. വീണ്ടും ടോപ്പപ്പ് ചെയ്താൽ വീണ്ടും ഇൻകം ലിമിറ്റ് കൂടുകയാണ്, കോയിന്റെ എണ്ണം ലിമിറ്റ് കൂടുകയാണ്, ഇൻകത്തിന്റെ ലിമിറ്റും കൂടുകയാണ്. 1x പിന്നെ കിട്ടില്ല. ഇപ്പൊ $100 ചെയ്തു, വീണ്ടും ഒരു $100 ചെയ്താൽ രണ്ടാമത്തെ $100 1x കിട്ടില്ല. ആദ്യത്തെ $100 മാത്രമേ കിട്ടൂ. അതുപോലെ വീണ്ടും ചെയ്ത് പോയപ്പോൾ എപ്പോഴെങ്കിലും 500 ചെയ്താൽ 500 കിട്ടും, 1000 ചെയ്താൽ 1000 കിട്ടും. സോ പൂൾ ഇൻകത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു സുഹൃത്ത് പറയാണ്, അപ്പൊ ഞാൻ 1600 ചെയ്താലോ? കിട്ടും. ചെയ്യേണ്ടത് ആദ്യം 1000 ചെയ്യുക, പിന്നെ ഒരു 500 ചെയ്യുക, പിന്നെ ഒരു 100 ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആദ്യം 100 ചെയ്യാം, പിന്നെ 500 ചെയ്യാം, 1000 ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ 3 ബൈ ആയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എങ്കിൽ പിറ്റേ ദിവസം മുതൽ ആ 16 പോയിന്റിനുള്ള ഷെയർ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് അപ്പൊ തന്നെ വിഡ്രോ ചെയ്യാവുന്ന എമൗണ്ട് ആണ്. ഈ സിസ്റ്റത്തിൽ വിഡ്രോവലിന് ഒരു കണ്ടീഷൻ സിസ്റ്റം പറഞ്ഞിട്ടില്ല. $1/2 ഉണ്ടെങ്കിൽ $1/2 വിഡ്രോ ചെയ്യാം. ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഗ്യാസ് ഫീ, BNB നമ്മുടെ വാലറ്റ് ഉണ്ടായാൽ മാത്രം മതി. സോ ആക്റ്റീവ് ഇൻകത്തിലേക്ക് വരുമ്പോൾ ലെവൽ ഇൻകം ആണ് ഈ സിസ്റ്റം തരുന്നത്. ഫസ്റ്റ് ലെവലിൽ 10% തരും. നമ്മൾ നേരത്തെ കണ്ടു 43% അഫിലിയേറ്റ് ഇൻകം. അതിൽ 4% പൂൾ ഇൻകത്തിന് വെച്ചു അല്ലെ. 10% ലെവൽ ഇൻകത്തിന് ഫസ്റ്റ് ലെവൽ. 14%. 5% ലെവൽ 2-ൽ വെച്ചു. അപ്പോ 19%. മൂന്നാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് 20%, 5 മുതൽ 20% വെച്ചിട്ടുണ്ട്. സോ 19ഉം 20ഉം 39%. മൊത്തം 43% ഉള്ളൂ അല്ലെ. പക്ഷെ ഈ 20% കിട്ടുന്നത് ഇൻഫിനിറ്റ് ലെവലിൽ ഇൻകം കിട്ടുന്നത് റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. റാങ്ക് വിൻ ചെയ്താൽ അവിടെയും ഒരു 4%. 39 4 43. അത് റാങ്കിന് കൊടുക്കുന്ന ഒരു റിവാർഡായിട്ട് കൊടുക്കുന്നു. അതും ഡെയിലി ആണ്. അതും ഇതേ സമയമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിസ്റ്റം നോക്കുന്നത് 4% ഫണ്ട് എത്രയാണെന്ന് നോക്കും. ഓരോ റാങ്കുകാർക്കും ഗോൾഡിന് 1 ഷെയർ, എമറാൾഡിന് 2 ഷെയർ, ഡയമണ്ടിന് 4 ഷെയർ, ഇങ്ങനെ 7 ഷെയർ ആണ് അവിടെ വച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ഷെയർ എത്രയാണെന്ന് നോക്കും, എമൗണ്ട് എത്രയാണെന്ന് നോക്കും, ഓരോ ഷെയറിനും കിട്ടുന്ന എമൗണ്ട് കൊടുക്കും. ഇപ്പോൾ ഒരു ഷെയർ എന്ന് പറയുന്നത് $10 കിട്ടിയാൽ ഗോൾഡ് ലീഡർക്ക് അന്ന് $10 കിട്ടി.
പിറ്റേ ദിവസം $100 ഗോൾഡ് ലീഡർക്ക് $100 കിട്ടും. സോ ഒരു കാൽക്കുലേഷൻ വെച്ചിരിക്കുന്നത് ഒരു $2,50,000 ടേൺ ഓവർ എന്ന് നടന്നു എന്ന് ഇമാജിൻ ചെയ്യുക. എങ്കിൽ 12,500 USDT ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അവിടെ ഡയമണ്ട് ലീഡർക്ക് കിട്ടുന്നത് $4,160 ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഡയമണ്ട് ലീഡർഷിപ്പ് ക്വാളിഫൈ ചെയ്ത ഒരാൾ $4,160 കൂൾ ഇൻകം മാത്രമായിട്ട് കിട്ടുന്നുവെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ 2 പ്രാവശ്യം അദ്ദേഹം ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും. കാരണം എന്താ, $1,000 ആണ് ഇവിടുത്തെ മാക്സിമം പാക്കേജ്. $1,000 ചെയ്താൽ $3,000 വിഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ $4,160 ഇൻകം വന്നിരിക്കുകയാണ്. സോ അത് വിഡ്രോ ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു 1,000 ടോപ്പ് അപ്പ് ചെയ്ത് ബാലൻസ് എമൗണ്ട് വിഡ്രോ ചെയ്യേണ്ടി വരും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. പൂൾ ഇൻകം മാത്രമാണ് സംസാരിച്ചത്. സെയിം അദ്ദേഹത്തിന്റെ ലെവൽ ഇൻകം എത്രയായിരിക്കും? നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് ലെവൽ ഇൻകം കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ലെവലിൽ 10%, സെക്കൻഡ് ലെവൽ 5%, തേർഡ് ലെവലിൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നമുക്ക് കിട്ടുന്നത് റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. റാങ്ക് എന്ന് പറയുന്നത് സിൽവർ റാങ്ക് ആണ് ആദ്യമായിട്ടുള്ളത്. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ സിസ്റ്റം പറയുന്നത് $100 പാക്കേജ് നമുക്ക് ഉണ്ടാകണം. നമ്മുടെ പാക്കേജ് 100 ആയിരിക്കണം. അത് 100ന്റെ സിംഗിൾ ബൈ ചെയ്യണമെന്നില്ല. 20, 20, 20 അങ്ങനെ 5 പ്രാവശ്യം ചെയ്ത് 100 ആയാലും നമ്മുടെ പാക്കേജ് 100ലെത്തി. സോ നമ്മുടെ റാങ്ക് ക്വാളിഫിക്കേഷൻ ആയി. $100 പാക്കേജ് ഉണ്ടാകണം. 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ഉണ്ടാകണം. 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പും എത്ര വേണമെങ്കിലും ആവാം. പക്ഷേ ഇനി 5ന്റെ സ്ഥാനത്ത് 6, 7, 8, 10, 12, 15, 20 എത്ര സ്പോൺസർഷിപ്പുകളും ചെയ്യാം. ആ സ്പോൺസർഷിപ്പിലൂടെ $500 ബിസിനസ് നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. അപ്പോ ഒരു 4 പേര് $20 വീതം ചെയ്തു. 5ാമത്തെ ആൾ $500 ചെയ്തു. മതി, കഴിഞ്ഞു. ടേൺ ഓവർ ആയി. $500 മിനിമം $500 വേണമെന്നേ പറയുന്നുള്ളൂ. 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പും $500. ടോട്ടൽ ടീം വോളിയം $5,000 ആയിരിക്കും. അപ്പോൾ ഒരാൾ പറയാണ്, എങ്കിൽ ഞാൻ $100 ചെയ്തിട്ട് 1000ന്റെ 5 പേരെ സ്പോൺസർ ചെയ്താൽ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യും. $100 നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യൂ. $1,000ന്റെ 5 പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്യൂ. നിങ്ങൾക്ക് $500 അപ്പം തന്നെ വരുമാനം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും. ആ $100 ചെയ്തപ്പോൾ $500 വരുമാനം കിട്ടിയെന്ന് വെച്ചാൽ വിഡ്രോ ചെയ്തു $300, വീണ്ടും $100 ടോപ്പ് അപ്പ് ചെയ്തു, $200 വീണ്ടും വിഡ്രോ ചെയ്തു, $500 അപ്പം തന്നെ വരുമാനമായി. വീണ്ടും $100 വിഡ്രോ ചെയ്യാനുള്ള ലിമിറ്റ് അവിടെ കിടക്കുകയും ചെയ്യും. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. ഗുണം 3ാമത്തെ ലെവൽ മുതൽ 5% കിട്ടും. 3ാമത്തെ ലെവൽ മുതൽ 5% എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു എൻട്രി എടുത്താൽ, 6ാമത്തെ ഒരു എൻട്രി നിങ്ങൾ എടുത്താൽ $1,000 ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 10% ഫസ്റ്റ് ലെവൽ ഇൻകം കിട്ടും, 5% സിൽവർ റാങ്കിന്റെ ഇൻകം കിട്ടും. സോ 15% ഇൻകം നിങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലെവൽ ഇൻകം 15% മാറ്റിയെടുക്കാം. സെക്കൻഡ് ലെവൽ ഇൻകം 10% മാറ്റിയെടുക്കാം. 3ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 5% ലഭിക്കുകയും ചെയ്യും. റാങ്ക് ക്വാളിഫൈ ചെയ്താലുള്ള ഗുണം ഇതാണ്. സോ ഗോൾഡ് റാങ്കിലെത്താൻ നമുക്ക് വേണ്ടത് 2 സിൽവർ, 5 ലെഗ് നമുക്കുണ്ട്. 5 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടല്ലോ, 5 ലെഗ് ആണല്ലോ. ഇനി 10 പേരോ 15 പേരോ 20 പേരോ എത്രയോ സ്പോൺസർ ചെയ്തോട്ടെ, പക്ഷേ ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവർ ക്രിയേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ ബിസിനസ് വോളിയം $25,000 എത്തുമ്പോൾ നമ്മൾ ഗോൾഡ് റാങ്കിലെത്തും. ഇതിനൊരു സമയ ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. സാധാരണ ബിസിനസ് പ്ലാനിൽ ഇത്ര സമയത്തിനുള്ളിൽ ആവണം, അല്ലെങ്കിൽ 0 ആയി പോകും എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എപ്പോ ആകുന്നു അപ്പോ. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, അന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തു, അന്ന് തന്നെ നിങ്ങൾ റാങ്ക് ക്വാളിഫൈ ചെയ്യും. എന്നാൽ 1 വർഷം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്, അപ്പോഴാണ് റാങ്ക് ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. റാങ്ക് ക്വാളിഫൈ ചെയ്താൽ ഇൻകം സ്റ്റാർട്ട് ആവും. സോ ഗോൾഡ് റാങ്കിൽ എത്തിക്കഴിയുമ്പോൾ 10% അൺലിമിറ്റഡ് ലെവൽ ഇൻകം മാറും. സോ ഗോൾഡ് റാങ്കിൽ നിന്നുകൊണ്ട് ഡയറക്റ്റ് എൻട്രി എടുത്താൽ ഗുണം എന്തായിരിക്കും? അപ്പോൾ ഡയറക്റ്റ് എൻട്രിയുടെ ഫസ്റ്റ് ലെവലിന്റെ 10% കിട്ടും, ഗോൾഡിന്റെ 10%, 20% ഇൻകം കിട്ടും. കൂടാതെ പൂൾ ഇൻകവും സ്റ്റാർട്ട് ആവും. ഗോൾഡ് റാങ്ക് മുതൽ പൂൾ ഇൻകം ഉണ്ട് അല്ലേ? സിമ്പിൾ ആണ് ആശയം, പക്ഷെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. എമറാൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ 2 ഗോൾഡ് ഓരോ ലെഗിൽ ഉണ്ടാകുക, $1,00,000 ബിസിനസ് ഉണ്ടാകുക. ഒരു ഗോൾഡ് എന്ന് പറയുമ്പോൾ $25,000 ബിസിനസ് കൊണ്ടുവരും. അപ്പൊ 2 ഗോൾഡ് $50,000 ബിസിനസ് ആയി. ബാക്കി $50,000 ബിസിനസ് കിട്ടിയാൽ എമറാൾഡ് ആയെന്നേ. 15% നമ്മുടെ ഇൻകം മാറും. എമറാൾഡ് ആയതുകൊണ്ട് ഡയറക്റ്റ് ബിസിനസ് എടുത്താൽ 25%ലേക്ക് ആ ഇൻകം നമുക്ക് മാറ്റിയെടുക്കാം. എത്ര എത്ര മനോഹരമാണെന്ന് നോക്കൂ. സോ 15% കിട്ടും, പൂൾ ഇൻകവും കിട്ടും, 2 ഷെയർ. ഡയമണ്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പൂൾ ഇൻകത്തിന്റെ 4 ഷെയർ കിട്ടും. അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 20% കിട്ടും. അതിനാവാൻ 2 എമറാൾഡ് ടീമിൽ വരിക, $5,00,000 ബിസിനസ് വരിക. സുഹൃത്തുക്കളെ, ഈ ആശയത്തിന്റെ പവർ സംതിങ് ഡിഫറെന്റ് ആണ്. ഇതൊരു വലിയൊരു ചേഞ്ച് ആണ്. ആർ യു റെഡി ഫോർ ദ ചേഞ്ച്? ചേഞ്ച് എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ്, ഇസ് എ നോട്ട് എൻ ഇവന്റ്. അത് തുടങ്ങുന്ന ഒരു ഇൻഡിവിജ്വൽ നിന്നായിരിക്കാം. ഒരുപക്ഷെ ഞാൻ എന്ന ഇൻഡിവിജ്വൽ ആണ് തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്ററായ ഇൻഡിവിജ്വൽസ് ആണ് തുടങ്ങി വെച്ചത്. പക്ഷെ ഇത് ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറും. ഫസ്റ്റില് ഇതൊരു ഇൻഡിവിജ്വൽസ് മേഡ് ബൈ ഇൻഡിവിജ്വൽ ഫസ്റ്റ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ്സ് എ ഹൈലി പേഴ്സണൽ എക്സ്പീരിയൻസ്. ആ മാറ്റം അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലെ ഡെവലപ്പേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മാറ്റത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നലെ ലീഡേഴ്സ് ട്രെയിനിങ് വിളിച്ചപ്പോൾ
ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു സുഹൃത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു, അജിത് ദേവി പ്രസാദ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തു. വളരെ സിമ്പിളായി, നിസ്സാര ദിവസങ്ങൾ മാത്രം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സിസ്റ്റത്തിൽ സിൽവർ റാങ്ക് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ ആ പേഴ്സണൽ എക്സ്പീരിയൻസ് അത് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഘടകമാണ്. Entail developmental growth is feeling and skill. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഫീലിങ്സ് അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ 100% ഷുവർ ആണ് ടെതറോഷ് എന്ന സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും. So join today and start accumulating USDT and build a solid team. USDT അതിങ്ങനെ കളക്ട് ചെയ്ത് USDT-യിലൂടെ നമ്മുടെ ജീവിതത്തെ സമ്പാദ്യത്തിലേക്ക് എത്തിക്കാൻ ടെതറോഷ് എന്ന സിസ്റ്റം നിങ്ങളെ സഹായിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എന്റെ പ്രസന്റേഷന്റെ ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. ഓവർ ടു ആരാണ് ലൈനിലുള്ളത്? സാറേ ഗുഡ് ഈവനിങ്. ഞാനുണ്ട്, പക്ഷെ ഞാൻ ഡ്രൈവിംഗിലാണ്. ഓക്കെ, അവിടെ സിനോഫർ സാറിനെ വിളിച്ചാൽ മതി. സിനോഫർ സാർ ലൈനിൽ ഇല്ലാന്ന് തോന്നുന്നു. അദ്ദേഹം ട്രാഫിക്കിലാന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു തുടങ്ങുമ്പോൾ. ഓക്കെ, സുബ്രഹ്മണ്യൻ സാറാണ് ഇപ്പോൾ കോഹോസ്റ്റ് ആയിട്ടുള്ളത്. സുബ്രഹ്മണ്യൻ സാർ ലൈനിൽ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ? ഓക്കെ സാറേ നമസ്കാരം. നമസ്കാരം സാർ. വണ്ടർഫുൾ പ്രസന്റേഷൻ സാർ. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഫുള്ളായിട്ട് നമ്മുടെ പാർട്ട്നേഴ്സ് ഓരോ ദിവസവും കൂടുന്തോറും നമ്മളുടെ സാറിന്റെ പ്രസന്റേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിന്റെ ജോയിനിങ്ങും സാറിന്റെ പ്രസന്റേഷൻ വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. വണ്ടർഫുൾ പ്രസന്റേഷൻ ആണ്. വെൽക്കം. അതുപോലെ തന്നെ സാർ കൊടുക്കുന്ന പ്രസന്റേഷൻ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അതിന്റെ പോയിന്റുകൾ അളന്നു മുറിച്ച് തന്നെയാണ് സാർ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു വ്യക്തി ഇന്ന് ഈ മീറ്റിംഗിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് ഫുൾ മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അവർക്ക് പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ജോയിൻ ചെയ്യാൻ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനോട് എനിക്കുള്ള റിക്വസ്റ്റ് ആണ്. കാരണം നമ്മുടെ ഈ ഒരു കൺസെപ്റ്റിന്റെ ലിങ്ക് മാക്സിമം പുതിയ വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ പുതിയ ആളുകളെ നമ്മുടെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രസന്റേഷൻ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഈ ബിസിനസ്സിനോടുള്ള താല്പര്യം, ഇതുവരെ നമ്മുടെ ഈ ബിസിനസ് നെറ്റ്വർക്ക് നമ്മുടെ ക്രിപ്റ്റോയിൽ ഇല്ലാത്തൊരു സിസ്റ്റമാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഓരോ ദിവസങ്ങളും നമ്മളുടെ ഈ പ്രസന്റേഷൻ എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മളിപ്പോ പുതിയ വ്യക്തികളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും അവരുടെ പാർട്ട്നേഴ്സിനെ മാക്സിമം നമ്മുടെ മലയാളം സൂമിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറെ സംശയങ്ങൾ, അതായത് പുതിയ ആളുകൾ നമ്മളൊരു സുഹൃത്ത് മുഖാന്തരമായിരിക്കാം നമ്മൾ അവരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ അവർ ചെയ്തിരിക്കും. പക്ഷെ ചെയ്തതിന് ശേഷം ഇനി മുൻപിലേക്ക് എങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും ശ്രദ്ധിക്കുക എന്നുകൂടി ഒരു റിക്വസ്റ്റ് കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ സാറേ. സാർ ഒന്ന് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സാറിന്റെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. കാരണം വളരെ കുറച്ച് ദിവസം, അതായത് കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് ഞാൻ ഈ ബിസിനസിന്റെ പ്ലാൻ കേൾക്കുന്നത്. 18-ാം തീയതി തന്നെ നേരിട്ട് നമ്മുടെ ശിവദാസൻ സാറിന്റെ അടുത്ത് പോയി. അദ്ദേഹം ആക്ച്വലി പേൾ റീജൻസിയിലായിരുന്നു പ്രോഗ്രാം നടത്തിയിരുന്നത്. അന്നത്തെ ദിവസം എന്തോ ഒരു ഹെഡേക്ക് ആയിട്ട് നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ ക്ഷണിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ക്ഷണിച്ചു. അദ്ദേഹം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇതിന്റെ പ്ലാൻ പ്രസന്റേഷൻ നമ്മളിലേക്ക് തന്നു. പക്ഷെ കുറെ ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും. എങ്കിലും ഇതിലൊരു പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കണ്ടപ്പോൾ ലൈവായിട്ട് തന്നെ ജോയിനിങ് എന്നതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം അതിനെപ്പറ്റി അനലൈസേഷൻ നടത്തിയതിനു ശേഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്രയും നടത്തി. ഏകദേശം ഒരു 50ഓളം ലീഡേഴ്സിനെയാണ് ഇപ്പോൾ നിലവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇന്നാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളത്. ഏകദേശം ഒരു 1400ഓളം കിലോമീറ്റർ യാത്ര ചെയ്തു. നമ്മുടെ ടീം ലീഡേഴ്സ് എല്ലാവരെയും കണ്ടു, അതുപോലെയുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്തു. നമ്മളെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു ഡ്രീം എന്നുള്ളത് ഒരു സിൽവർ റാങ്കോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് റാങ്കോ ഒരു എമറാൾഡ് റാങ്കോ അല്ല എന്നെ ഫോക്കസ് ചെയ്യുന്നത്.
ഏകദേശം നമ്മുടെ ടീമിൽ വരുന്ന മാക്സിമം ലീഡേഴ്സിനെ ഡയമണ്ട് റാങ്കിലേക്ക് എത്തിക്കുക. എന്റെ റാങ്കിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല, എന്റെ ഒപ്പം വരുന്ന ലീഡേഴ്സിനെ ഡയമണ്ട് റാങ്കിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പം നമ്മുടെ കൂടെ വരുന്ന എല്ലാവർക്കും ഒരു നല്ല രീതിയിലൊരു ഇൻകം ഏൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു കൂട്ടായ്മയിലൂടെ നേടിയെടുക്കുക എന്നുള്ള ഒരു വലിയൊരു നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഇട്ടുകൊണ്ട് തന്നെ ഒരു മാസം നമ്മൾക്ക് ഇത്ര സെയിൽസ് ഫോക്കസ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഇത്ര വ്യക്തികളെ സിൽവർ റാങ്കിലേക്ക് കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഈ രീതിയിലുള്ള ഒരു ഇൻകം. സാധാരണ നമ്മൾ എല്ലാവരും പറയുന്നത് ക്രിപ്റ്റോ കറൻസിയിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പൈസ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്ത അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്കോ സ്റ്റേക്കിങ്ങിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിലേക്കൊക്കെ പോകും, കുറെ ഫണ്ട് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാടുള്ളത്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ബിസിനസ്സിലേക്ക് വന്നാൽ 35% ഇവിടെ തന്നെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഒരു സ്റ്റേക്കിങ്ങിൽ ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പറയുന്നത് ഡെയിലി ഒരു 4% അല്ലെങ്കിൽ 3% കിട്ടും. അത് കിട്ടാൻ വേണ്ടി ഒരു 35 ദിവസം നമ്മൾ കാത്തിരിക്കണം, നമ്മുടെ ഫണ്ട് അവിടെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ള യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ 4 പാക്കേജ് 4 റാങ്കുകൾ സിമ്പിൾ ആണ്, ഇഷ്ടംപോലെ അൺലിമിറ്റഡ് ഇൻകം. ഇത്രയും നല്ലൊരു സൗകര്യമുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമില്ല. പിന്നെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും നമുക്ക് ഇപ്പൊ ഇവിടെയുള്ള ഈ മാത്സിന്റെ അൽഗോരിതത്തെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ചില ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കുറെ ആളുകൾ ഇതെങ്ങനെ സംഭവിക്കും, ഇതൊരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. പിന്നെ കുറെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. കുറെ ആളുകളുടെ ഡൗട്ട്സുകളൊക്കെ എല്ലാം ക്ലിയർ ആയി കൊടുത്തു. മുഴുവൻ എല്ലാവർക്കും നമുക്ക് 100% ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെയൊക്കെ മോട്ടിവേഷൻ എന്നുള്ളത് മണിയാണ്, അല്ലെ? അവരുടെ വാലറ്റിലേക്ക് USDT ഇങ്ങനെ വന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ, പെട്രോൾ പമ്പില് പെട്രോൾ അടിക്കുന്ന അത് വേഗത്തിൽ നമ്മുടെ USDTയുടെ ചിത്രങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഓട്ടോമാറ്റിക് ടോക്കൺ പോക്കറ്റ് ആൾറെഡി ഇങ്ങനെ 1000 ആയിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇത്രയും നല്ലൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. Okay, thank you, sir. Thank you. Over to Sinofus, sir. Thank you, sir. Majid sir, fantastic presentation as usual. എല്ലാ ദിവസവും നിങ്ങൾ ഒരു പുതിയൊരു ഇൻപുട്ട്, you are bringing some new input into the system, which is very important in all the presentation. Okay, thank you. ഇന്ന് ശിവദാസ് സർ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് പുള്ളി ട്രാവലിംഗിലാണ്. ഓക്കെ, ഇവിടെ ഒരു മേജർ ഇത് എന്താന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും വർക്ക് ചെയ്താൽ അന്ന് തന്നെ USDT കിട്ടും. അതാണ് പ്ലസ് പോയിന്റ് ആക്ച്വലി. റൈറ്റ്, നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്യാണ്? എനിക്ക് ഒരു $100 ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു റോങ് കമ്മിറ്റ്മെന്റ് കൊടുക്കാണ്ട് പ്ലാൻ കറക്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് പ്ലാൻ നിങ്ങൾ കൊടുത്താൽ ഒരു $1000 ജോയിൻ ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ 100 USDT നിങ്ങളുടെ കയ്യിലുണ്ട്. Only thing what you have to do is convert the USDT and take the money into your pocket. Right. But as a creator, me and Shivdas, we can guarantee you one thing. This is an unmutable plan. Okay. This is an unmutable plan. എല്ലാ കമ്പനിയിലും നമ്മൾ 3 മാസം 6 മാസം ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ 7 month 8 month ആകുമ്പോഴത്തേക്ക് സിസ്റ്റം കൊളാപ്സ് ആവും. അപ്പൊ നമുക്ക് ലയബിലിറ്റി വരും. നെക്സ്റ്റ് നമ്മളൊരു 100 member 500 member ടീം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ നോട്ട് ഈവൻ 10% ഓഫ് ദ പീപ്പിൾ ആർ റെഡി ടു ജോയിൻ us. റൈറ്റ്, നമ്മളെ ടീം കഷ്ടപ്പെട്ട്. സർ മ്യൂട്ടായി സാറിന്റെ വോയിസ്. സർ മ്യൂട്ടായിട്ടോ സാറിന്റെ വോയിസ്? സോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വന്നെന്ന് തോന്നുന്നു. സോ 9 മണിയായി, നമ്മുടെ സമയം കംപ്ലീറ്റ് ചെയ്യുന്നു. സന്തോഷ് സാർ സംസാരിക്കാനാണോ കൈ റൈസ് ചെയ്തിരിക്കുന്നത്, ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്യാം. സന്തോഷ് സാർ. സോ നമ്മുടെ മീറ്റിംഗ് ഹാള് എപ്പോഴും ഒരു ടൈം ബൗണ്ടറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. 8 മണി നമ്മൾ ലോഗിൻ ചെയ്യുന്നുണ്ട്, 8:07 നമ്മുടെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 8:50 ആകുമ്പോഴത്തേക്കും പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരു 10 മിനിറ്റ് ഇതുപോലെ നമുക്ക് സംസാരിച്ച് നമുക്ക് പിരിയാം. ഈ ഒരു 1 hour സെഷൻ നമ്മുടെ ലൈഫിന്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. ആ നാഴികക്കല്ലിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് വീണ്ടും അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തിങ്കളാഴ്ച 8 മണിക്ക് ഇതേ ലിങ്കിൽ. സോ താങ്ക് യു.
Have a nice evening and good night. Thank you. Thank you, sir. Thank you. Night.